Hey guys, welcome back to my YouTube channel. ഇന്നത്തെ നമ്മളെ വീഡിയോ ജാവി ബേബിന്റെ ബർത്ത്ഡേ ഷോപ്പിംഗ് ആണ് കേട്ടോ. ജാവിയുടെ ബർത്ത്ഡേ ആണ് ജൂൺ 16. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സും സാധനങ്ങളും ഷൂവും എല്ലാം ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ പ്രീ ബർത്ത്ഡേ ഷൂട്ടിന് 2 ഡ്രസ്സ്, ബർത്ത്ഡേക്ക് ഒരു ഡ്രസ്സ്, അങ്ങനെയായിരുന്നു എന്റെ കണക്ക് കൂട്ടൽ. പക്ഷെ ഞാൻ എടുത്തെടുത്ത് വന്നപ്പോൾ എന്റെ കണക്ക് കൂട്ടൽ പലപ്പോഴും ശരിയാവാറില്ല. എടുത്തെടുത്ത് വന്നപ്പോൾ ഞാൻ ടോട്ടൽ 6 ഡ്രസ്സ് അവൻ എടുത്തു. അപ്പോൾ എന്തെല്ലാം ഡ്രസ്സാണ് എടുത്തത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊറിയൻ ടൈപ്പ് ഡ്രസ്സില്ലേ, പിള്ളേർക്കെല്ലാം ഇട്ട് കാണുമ്പോൾ ഇങ്ങനെ വാവ് എന്ന് തോന്നുന്ന അങ്ങനത്തെ ഡ്രസ്സാണ് ഞാൻ അവൻ എടുത്തത്. നമ്മളുടെ കാഞ്ഞങ്ങാട് 2 ഷോപ്പുണ്ട്, കുറെ ഷോപ്പ് ഉണ്ട്. ഉള്ളതിൽ വെച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട 2 ഷോപ്പുണ്ട്, ഡോറ ബുജിയും ലിൽ ബേബിയും. നല്ല അടിപൊളി ഡ്രസ്സ് കിട്ടും. എനിക്ക് അവിടെ പോയിട്ട് ഇതേ വരെയില്ലേ, അയ്യേ ഇവിടെ കളക്ഷൻ ഒന്നുമില്ല, തിരിച്ചു പോവാം അങ്ങനെ തോന്നേണ്ടി വന്നിട്ടേ ഇല്ല. എപ്പോൾ പോയാലും എനിക്ക് നല്ല കിടിലൻ ഡ്രസ്സ് അവന് കിട്ടലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ഷോപ്പിംഗ് വീഡിയോ പോലെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ അവൻ എന്തെല്ലാം ഡ്രസ്സ് എടുത്തതെന്നും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ജാവിന്റെ 2nd ബർത്ത്ഡേന്റെ ഷോപ്പിംഗ് വീഡിയോ. അത് നിങ്ങളില്ലേ, ഷോപ്പിംഗ് വീഡിയോന്റെ കുറച്ച് ക്ലിപ്സ് ഉണ്ട്, അത് കണ്ടിട്ടോ. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് എന്തെല്ലാം ഡ്രസ്സാണ് എടുത്തതെന്ന് കൃത്യമായിട്ട് കാണിച്ചു തരാം. അപ്പൊ അത് കണ്ടിട്ട് വേട്ടാ. നമ്മളൊരു സന്ധ്യ കഴിഞ്ഞപ്പോഴാണ് ഷോപ്പിങ്ങിന് ഇറങ്ങിയത് ഗൈസ്. നല്ല മഴക്കാലമാണല്ലോ, അതുകൊണ്ട് തന്നെ നല്ല മഴയും ഉണ്ടായിന്. ഞാൻ വിചാരിച്ച് നമ്മൾ ഇറങ്ങുമ്പോൾ മഴയൊന്നും ഉണ്ടായിട്ടില്ല. ടൗണിൽ ഓട്ടോ ഇറങ്ങിയപ്പാട് പെരുമഴ. ഇതാണ് ഇപ്പോഴത്തെ കാലാവസ്ഥേൻ്റെ ഒരു കളി എന്ന് പറയുന്നത്. ഗൈസ് ഇവന് ഭയങ്കര കുരുത്തക്കേട്, മഴവെള്ളത്തിൽ നടക്കാൻ വേണ്ടിയിട്ട് ഓടും. അതാ മഴ പെയ്ത്. ഞാൻ വർത്താനം പറഞ്ഞു വരുമ്പോഴേക്ക് മഴ പെയ്ത് നമ്മൾ ഓടിയിട്ട് ഇതെന്താ മാള്, എന്തോ ഒരു മാള്, അതിൻ്റെ ഉള്ളിൽ നമ്മൾ കയറി നിന്നു ഗൈസ്. നമ്മൾ രാത്രി ആവുമ്പോഴേ ടൗണിലേക്ക് പുറപ്പെടും, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ബുദ്ധിമുട്ട്. ഏയ് എങ്ങോട്ട് പോണ്ടേ? അമ്മയുണ്ട്, കാശിയുണ്ട്, കിങ്ങിണി ഉണ്ട്. ഇതാണ് ഗൈസ് എൻ്റെ കിങ്ങിണി. ഇനി മഴ തുറന്നിട്ടാണ് നമുക്കിടുന്ന് നടക്കാൻ. ഒരു കുട പോലും എടുത്തില്ല നമ്മള്. മഴയുണ്ട് ഒരു തരം വാശിയിൽ പെയ്യുന്നവരെ. ഞാനിങ്ങനെ പെയ്തുകൊണ്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് നടക്കണ്ടെന്നുള്ള രീതിയിൽ. പിന്നെ മഴക്കാലത്ത് കുടയെടുക്കണം എന്നുള്ളൊരു സാമാന്യ ബോധം പോലും ഞാൻ കാണിച്ചിട്ടില്ല. പിന്നെ മഴേനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സാബ പിന്നെ തീരെ കുരുത്തക്കെട്ടില്ലാത്ത വാതായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഓടി കളിക്കുന്നുണ്ടായിന്. വീണാൽ കാല് പൊട്ടും, പിന്നെ മഴ നനഞ്ഞാൽ അവന് പനിയും വരും. അതുകൊണ്ട് ഞാൻ അടക്കത്തിലും ഒതുക്കത്തിലും അവനെ ഇടിച്ചിരുന്നു. കേൾക്കൂല. ആടെ നമ്മൾ ഇറങ്ങി അടുത്ത ലൊക്കേഷൻ എത്തുമ്പോൾ വീണ്ടും മഴ പെയ്ത് കഴിച്ചു. നമ്മൾ ഇവിടെ നിന്ന് നല്ല മഴ, അതന്നെ പെരുമഴ. അങ്ങനെ നമ്മൾ കുറേ സമയം ആടാടിയേ നിന്ന് ചെറിയൊരു മഴേൻ്റെ ഗ്യാപ്പ് കിട്ടിയപ്പോൾ നമ്മൾ ഓടി ഗൈസ് ഷോപ്പിലേക്ക്. ഫസ്റ്റ് നമ്മൾ പോയത് ലിൽ ബേബിയിലേക്കാണ് കേട്ടോ. ഇത് ഞാൻ ഓൾറെഡി അവരെ കൊണ്ട് കൊണ്ടിരിപ്പിച്ച കുപ്പായാണ്. ഞാൻ കഴിഞ്ഞ ഡ്രസ്സ് എടുക്കാൻ വരുത്തിനെ പറഞ്ഞ് ബർത്ത്ഡേക്ക് റേസിങ്ങിൻ്റെ തീമാണ് എനിക്കൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുപ്പായം കൊണ്ടു തരണമെന്ന്. അപ്പം അങ്ങനെ അവർ കൊണ്ടുവന്നതാണ് ഈ ഒരു കുപ്പായം. കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് നല്ല രസമുണ്ട് അല്ലേ. പിന്നെ ജാവിൻ്റെ ബർത്ത്ഡേ അധികം പെരുന്നാളിൻ്റെ നിബന്ധനത്തിനെല്ലാം ആ ഒരു ടൈമിലാണ് ഉണ്ടാവില്ല. ഈ പ്രാവശ്യം പെരുന്നാളിൻ്റെ ഇടയിലാണ് ജാവിൻ്റെ ബർത്ത്ഡേ. അതുകൊണ്ട് തന്നെ ടൗണിൽ നല്ല തിരക്കും ഉണ്ടായിന്. അവിടെ പെരുന്നാൾക്ക് കുപ്പായം എടുക്കാൻ വരുന്ന ഒരു കുഞ്ഞുകുട്ടിക്ക് ഞാനും അമ്മയും കൂടി സെലക്ട് ചെയ്ത് കൊടുക്കലായിരുന്നു. ഇത് നല്ലയുണ്ട്, കിടിലനാണ്, കീറാണ്, നീ എടുത്തോന്നെല്ലാം പറഞ്ഞിട്ട് അവക്കാണെങ്കിൽ കൺഫ്യൂഷൻ. അപ്പം നമ്മൾ ഒപ്പീനിയൻ കൂടി കേട്ടപ്പോൾ മൂപ്പർ സെറ്റപ്പ് ആക്കി അത് എടുത്തിട്ട് അങ്ങോട്ട് പോയി. ഞാൻ അവിടെ എപ്പോൾ പോയാലും അനക്ക് അടുത്ത കളക്ഷൻസ് എല്ലാം ഇങ്ങനെ ചുറ്റും നോക്കി കാണണം. ഇങ്ങനെ ഗേൾസിൻ്റെ ഡ്രസ്സും ബോയ്സിൻ്റെ ഡ്രസ്സും എല്ലാം ഞാൻ നോക്കും. പിന്നെ ഞാൻ ഇപ്പോൾ വോയിസ് റെക്കോർഡിയും എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള സൗണ്ട് ഒന്നും നിങ്ങൾ മൈൻഡ് ആക്കണ്ട. ഇവിടെ പിള്ളേരും ചോട്ടകളും പടകളും എല്ലാം ഉള്ളതിൻ്റെ 100 ഞാൻ പോയി പറഞ്ഞു ഒച്ചപ്പാടാക്കലാന്ന്. പക്ഷെ എനിക്കൊരു വിലയും തരുന്നില്ല കൈസ്. പിന്നെ ഞാൻ മൈൻഡ് ആക്കാണ്ട് അങ്ങ് വിട്ട്. പിന്നീട് ഡ്രസ്സ് മാത്രമല്ല കേട്ടോ, ആക്സസറീസും ഉണ്ട്. ഷൂ ആയാലും കണ്ണാടി ആയാലും ക്യാപ്പ് ആയാലും അങ്ങനെ എല്ലാം ഉണ്ട്. നമുക്ക് നമ്മളെ പിള്ളേർ ടോട്ടലി ഒന്ന് ലുക്കപ്പാക്കി എടുക്കാൻ ഈ ഒരു ഷോപ്പ് മാത്രം മതി. ഇനിയാണ് കുപ്പായ ഇട്ടുനോക്കൽ ചടങ്ങ്. എനിക്ക് ഇട്ട് നോക്കിയിട്ടൊന്നും അവനെ കണ്ടുകഴിഞ്ഞാലേ ഒരു സംതൃപ്തി കിട്ടുള്ളൂ. അപ്പം ഞാൻ ആദ്യം ഇട്ടുനോക്കാൻ നോക്കിയാൽ പോകുമ്പോൾ വലിയ മൈൻഡൊന്നും കാണിക്കുന്നില്ല. അപ്പം ഞാൻ ആ ഷോപ്പിലെ ചെക്കനോട് നീ എന്തെങ്കിലും ആക്ക്, നീ ഇട്ട് കൊടുക്കുമോ ഫോട്ടോ എടുക്കുമോ എന്തെങ്കിലും ആക്കുന്നു. അങ്ങനെ ഓൻ ഇട്ടെടുക്കാൻ പോയപ്പോൾ നല്ല അടക്കത്തിലും ഒതുക്കത്തിലും നിന്ന് കൊടുത്ത് ഗ്ലാസും കൂടി ഇട്ടെടുത്തപ്പോൾ മൂപ്പര് സൂപ്പറായി. ഇവരെ കസ്റ്റമർ സർവീസ് അടിപൊളിയാണ് കേട്ടോ. അതായത് നമ്മളെ പിള്ളേരെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് നിർത്തിച്ചു കൊടുക്കുകയേ വേണ്ടു. അവരെന്നെ കുപ്പായം നോക്കി അവരെന്നെ ഇട്ടും കൊടുത്ത് അതിനുള്ള ആക്സസറീസും, അതായത് ഷൂ ആണെങ്കിലും ഗ്ലാസ് ആണെങ്കിലും എല്ലാം കൂടി ഇട്ടെടുത്തിട്ട് പിള്ളേരെ അവരങ്ങ് സെറ്റപ്പാക്കി തരും. പിന്നെ പിള്ളേരോടുള്ള ബിഹേവ് ആയാലും അടിപൊളിയാണ് കേട്ടോ. പിള്ളേരെ നല്ല രീതിയിൽ കെയർ ചെയ്തിട്ടാണ് അവർ ഡ്രസ്സെല്ലാം ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ടെൻഷൻ ഫ്രീ ആണ് ഗൈസ്. അങ്ങനെ വേറെ ഗ്ലാസും കൂടി മാറ്റി വെച്ച് സാവി അങ്ങനെ സെറ്റായിട്ടുണ്ട്. നല്ല രസമുണ്ട് ഇല്ലേ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആടുന്ന് അതെല്ലാം നമ്മൾ എടുത്ത് സാവിക്ക് പിന്നെ ഇവരെല്ലാം പരിചയമുണ്ട്. ചെറുതിലേ ഇടുന്നാണല്ലോ കുപ്പായ എടുക്കുന്നത്. അതുകൊണ്ട് കണ്ട് ഇവരവന് നല്ല പരിചയമുണ്ട് ഗൈസ്. അതുകൊണ്ട് ഞാൻ തിരിച്ചു പോകുമ്പോൾ അവനെങ്ങനെ എൻ്റെ ഒപ്പം വരുന്നില്ല. എന്നാൽ പിന്നെ ഞാൻ പറഞ്ഞ ഈ പീടിയിൽ പണിക്ക് നിർത്തിയത് ദിവസം ഒരു 100 രൂപ തന്നാൽ മതി. അവിടെ മോഡലായിട്ട് അങ്ങനെ ഇരുത്തിക്കോ ആ ഷോപ്പിൽ കൂടിയിട്ട് അവരെ മടി കയറി എന്നിട്ട് എന്നോട് പറയുന്നത് ടാറ്റാന്ന്. എന്തൊരു മനസ്സല്ലേ. ഞാൻ അവൻ്റെ അമ്മയാണെന്നെങ്കിൽ അവൻ ആലോചിക്കണ്ടേ.
നീ പോയിക്കോ, ഞാനിവിടെ ഇരുന്നോളാം എന്നുള്ള മൈൻഡിൽ ഒറ്റത്തരം നിർത്തും. അങ്ങനെ പിടിച്ചു വലിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് കൊണ്ടുപോയി. നെക്സ്റ്റ് നമ്മൾ നേരെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഡോറാബൂജി ഷോപ്പിലേക്കാണ് പോയത് കേട്ടോ. ഷോപ്പിൻ്റെ ഉള്ളിൽ കയറിയതേ എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പോഴേക്ക് ഒരു പെണ്ണിനെ വളക്കാൻ പോയി. അത് ഏടുന്നാണ് ആ പെണ്ണിനെ കണ്ടുപിടിച്ചതെന്ന് അറിയില്ല. ഞാൻ നോക്കുമ്പോൾ ദൂരെ പോയിട്ട് ആ പെണ്ണിൻ്റെ മുഖത്ത് തോണ്ടി കളിക്കുന്നു. ഈ ഒരു ഡ്രസ്സ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. 2 ഷെയ്ഡിൽ വരുന്ന ഒരു ഷർട്ടാണ്. പെരുന്നാളിൻ്റെ കളക്ഷൻസ് വന്നുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ഡ്രസ്സ് ആടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലോണം കൺഫ്യൂഷനും ആയി. ഇത് പ്രീ ബർത്ത്ഡേ ഷൂട്ടിന് ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം ഡ്രസ്സ് എടുത്തോണ്ട്. ഇവരും അങ്ങനെ തന്നെയാണ്. എന്നിട്ട് ഇവരും പിള്ളേരെ നല്ലോണം കെയർ ചെയ്ത് അവരെ കളിപ്പിച്ചിട്ട് ഇവരെന്നെ ഡ്രസ്സെല്ലാം ഇട്ടുപിടിപ്പിച്ചോളൂ. നമുക്ക് ടെൻഷൻ ഇല്ല. ഞാൻ ഈ ഒരു കസാരയിൽ ഏതെങ്കിലും മൂലകം പോയിട്ടിരിക്കും. ഡ്രസ്സെല്ലാം ഇട്ട് കൊടുത്തതിൻ്റെ അവരെനിക്ക് കാണിച്ചു തരും എങ്ങനെയുണ്ടെന്ന് വെച്ചിട്ട്. പിന്നെ സാവിൻ്റെ അധിക ഡ്രസ്സും ഡോറാബൂജിയിലുള്ള ഇവർ തന്നെയാണ് സെലക്ട് ചെയ്തിട്ട് എനിക്ക് കാണിച്ചു തരില്ല. ഇതെങ്ങനെയുണ്ട് എന്നെല്ലാം ചോദിച്ചിട്ട്. അപ്പം ഞാൻ അതിൽ ഇഷ്ടപ്പെടുന്ന ഒന്ന് പിക്ക് ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങളുടെ അടുത്ത് പറ്റില്ല ഗൈസ്, ഇവൻ വന്നപ്പോൾ ഒരു പെണ്ണിനെ വളച്ചിരുന്ന്. അങ്ങനെ അവസാനം സംസാരിച്ച് ആ പെണ്ണ് സാവിക്ക് കിസ് കൊടുത്ത്. സാവി പെട്ടെന്ന് ഷോക്കായി പോയി. എന്നിട്ട് ഇങ്ങനെ എല്ലാവരെയും നോക്കി. നമ്മളെല്ലാവരും ഇങ്ങനെ ഒച്ചപ്പാടാക്കി അയ്യോ അയ്യേ എന്നെല്ലാം ആക്കിയിട്ട്. അപ്പോൾ സാവി എല്ലാവരും നോക്കിയിട്ട് ഇങ്ങനെ പറയുന്നു, ഞാൻ അത്തരക്കാരൻ നെഹീഹേ ആ ഒരു എക്സ്പ്രഷൻ. പിന്നെ എല്ലാവരോടും പറയുന്നത് ഞാനല്ല ഇവളാന്ന്. എല്ലാവരും അവിടെ ലോക ചിരിയായിരുന്നു. ആ കുഞ്ഞുമോളാണെങ്കിൽ ഷോക്കായി പോയി. എല്ലാവരും ഒച്ചപ്പാട്. പിന്നെ 2 ഫ്രണ്ട്സായി. പിന്നെ കുഴപ്പമൊന്നുമില്ല, ചമ്മലെല്ലാം പോയി. ഞാൻ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങാൻ പോകുമ്പോൾ ആ ഏട്ടൻ ഈ ഒരു ഷർട്ടും കൊണ്ട് വന്നത്. ഇതൊന്ന് ഇട്ടോക്ക്, പുതിയത് പൊട്ടിച്ചിട്ട് അപ്പാട് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മക്ക് ഈ ഷർട്ട് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടിട്ട് ഒരു ഇച്ചിരി വലുതാണെങ്കിലും വലുതാവും ഇട്ടെടുക്കാമല്ലോ, കുഞ്ഞ് ചെറുതാവുന്നതല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ഷർട്ടും കൂടി എടുത്ത് പിന്നെ വേറെ 2 ടീഷർട്ടും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു ഗൈസ്. വ്ളോഗ് ഫുൾ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. പിന്നെ ഞാൻ എന്തെല്ലോ തിരക്കായി പോയി. എൻ്റെ മൈൻഡ് പെട്ടെന്ന് വേറെ ആയിപ്പോവും. അപ്പോൾ ഇത്രയെല്ലാം ഡ്രസ്സ് എടുത്തിട്ട് ഷൂ വാങ്ങിയിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. ഷോപ്പിംഗ് വീഡിയോ കണ്ടില്ലേ? അപ്പോൾ എനിക്കില്ല ഷോപ്പിംഗ് വീഡിയോ ഫുള്ളൊന്നും എടുക്കാൻ പറ്റിയില്ല. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ എനിക്ക് വെപ്രാളാവും. ഏതെടുക്കണം എന്നെല്ലാം ആലോചിച്ചിട്ട്. അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ സത്യം മറന്നു പോകും. എപ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കല്. ഞാൻ വ്ളോഗ് എടുക്കണം എന്നെല്ലാം വലിയ പ്ലാനിൽ പോകും. പക്ഷെ അവിടെ എത്തുന്ന സമയത്ത് എൻ്റെ മൈൻഡ് വേറെയാവും. ഇപ്പം ഞാനൊരു കല്യാണത്തിന് എക്സാമ്പിൾ തന്നെ ഞാൻ പറയാം. പ്രീ ബർത്ത്ഡേ ഷൂട്ട് ഇന്നലെ കഴിഞ്ഞു സാവിൻ്റെ. പ്രീ ബർത്ത്ഡേ ഷൂട്ടിന് പോയപ്പോൾ തന്നെ ഇല്ല ഓക്കെ വ്ളോഗെല്ലാം എടുക്കാൻ സെറ്റപ്പ് ആക്കിയിട്ടാണ് ഞാൻ പോയതെങ്കിൽ ഞാൻ അവിടെ എത്തിയപ്പോൾ മറന്നുപോയി വ്ളോഗിൻ്റെ കാര്യം. അങ്ങനെ എന്തെല്ലോ കുറച്ച് ക്ലിപ്സ് എല്ലാം ഞാനിങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് പ്രീ ബർത്ത്ഡേ ഷൂട്ടിൻ്റെ. ഷൂട്ടെല്ലാം കഴിഞ്ഞ ശേഷമാണ് എനിക്ക് ഓർമ്മ വരുന്നത് വ്ളോഗ് എടുത്തിട്ടില്ലല്ലോ എന്ന്. എന്നിട്ട് ഞാൻ എന്തെല്ലാം ക്ലിപ്സ് എല്ലാം എടുത്ത് വെച്ചിരുന്നു. അത് വിടുക, നാളത്തെ വ്ളോഗല്ലേ. അപ്പം ഇന്ന് നമുക്ക് എന്തെല്ലാം ഡ്രസ്സ് എടുത്തത് ഓരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ എടുത്തത് ഈ ഒരു ഡ്രസ്സ്. ഈ ഡ്രസ്സ് ഡോറാബൂജിന്ന് ലിൽ ബേബി ഒന്നല്ല ഗൈസ്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിൽ നിന്ന് എടുത്ത ഡ്രസ്സാണ്. അടിപൊളി ക്വാളിറ്റിയാണ്, സംഭവം കിട്ടില്ലെന്നാണ്. എനിക്കിങ്ങനെ ഓൺലൈനിൽ നിന്ന് എടുത്തിട്ട് മിക്കവാറും പണികളെല്ലാം കിട്ടാറുണ്ട്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. ഇട്ടിട്ട് നല്ലുണ്ടായിരുന്നു. ഇത് സത്യം പറഞ്ഞ ഒരു മോം ബേബി കോംബോ ആണ്. ഒപ്പരം എടുത്തതല്ല, ശ്രീ എനിക്ക് ബർത്ത്ഡേക്ക് ഒരു ഡ്രസ്സ് ഗിഫ്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ പ്രീ ബർത്ത്ഡേ ഷൂട്ടിന് ഇടുന്നത്. അപ്പോൾ അവനും അതുപോലെ തന്നെ മാച്ച് ആക്കിയിട്ടാണ് ഞാൻ ഈ ഒരു ഡ്രസ്സ് എടുത്തത്. ഇതിൻ്റെ ക്വാളിറ്റി പറയുന്നതാണെങ്കിൽ പാക്കിങ്ങും അത് വന്ന പാക്കിംഗ് ആയാലും ക്വാളിറ്റി ആയാലും എല്ലാം കൊണ്ടും സാധനം അടിപൊളിയായിരുന്നു. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. 1499 പ്രൈസ് ഉണ്ടായത്. എനിക്ക് ഓഫറിൽ 1299 സാധനം കിട്ടിയത്. പക്ഷെ ആ പ്രൈസിൽ എനിക്ക് വലിയ നഷ്ടമൊന്നും തോന്നിയിട്ടൊന്നുമില്ല. സംഭവം പൊളിയാണ് ഗൈസ്. നെക്സ്റ്റ് ഡ്രസ്സ് എന്ന് പറയുന്നത് ഈ ഒരു പാൻറ്റാണ്. അടിപൊളിയല്ലേ? ആദ്യം കണ്ടപ്പോൾ എനിക്കില്ലേ, അതായത് ഫസ്റ്റ് ആയിട്ട് കണ്ടപ്പോൾ എനിക്ക് ഡ്രസ്സ് ഉണ്ടാ കുറച്ച് ഓവറാണോ ഇതെല്ലാം തോന്നിപ്പോയി. പക്ഷെ പിന്നെ കണ്ടപ്പോൾ ആ ഷോപ്പത്തവർ എന്നോട് പറഞ്ഞ അടിപൊളിയാണ്. പക്ഷെ അമ്മക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിന്. അമ്മേൻ്റെ ഒറ്റൊരു ഇഷ്ടപ്രകാരമാണ് ഞാൻ ഈ പാൻറ് എടുത്തത്. പക്ഷെ പ്രീ ബർത്ത്ഡേ ഷൂട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ പാൻറ്റിനോട് ഇഷ്ടം വന്നു ഗൈസ്. സംഭവം കിടിലൻ ഞാൻ ഇട്ട് നോക്കിയപ്പോൾ അപ്പം ഈ ഒരു പാൻറ്റാണ് ഒന്ന്. ഈ പാൻറ്റിന് പെയറായിട്ട് ഞാനൊരു ഷർട്ടും 2 ഷർട്ട് എടുത്തിന് ഈ പാൻറ്റിന് പെയറായിട്ട്. അത് ഞാൻ കാണിച്ചു. ടീഷർട്ട്. ഈ ടീഷർട്ട് ഇങ്ങനെ കാണുമ്പോൾ വലിയ ലുക്ക് ഇല്ലെങ്കിലും ഇട്ട് കഴിഞ്ഞപ്പോൾ സംഭവം കിടിലായിരുന്നു. പ്രീ ബർത്ത്ഡേ ഷൂട്ടിൽ സാവിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ഇതായിരുന്നു. ഈ ഒരു ഷർട്ട് ഓവർകോട്ട് പോലെ വന്നിട്ട് കൊടുത്തു. ഈ ഒരു ഷർട്ടാണ് ഓവർകോട്ട് പോലെ വരുന്നത്. ഞാൻ സൈഡിൽ അതിൻ്റെ പിക്ക് കൊടുക്കാം. കാരണം പ്രീ ബർത്ത്ഡേ ഷൂട്ട് കഴിഞ്ഞെങ്കിലും പിക്സ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല, അയച്ചു തരണം അത്ര. അപ്പോൾ ശ്രീക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത കുറച്ച് പിക്സ് ഉണ്ട്. ഇതെല്ലാം ശ്രീക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ എടുക്കുന്നതാണ് ഓരോ കുപ്പായി ഇട്ടിട്ടും. അപ്പോൾ അത് ഞാൻ സൈഡിൽ കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. ഞാൻ ഇപ്പോൾ ആദ്യം എടുത്ത പാൻറ്റും ഈ ഒരു ഷർട്ടും ടീഷർട്ടും ഇട്ടിട്ടുള്ള ലുക്കാണ് ഇത്. അടിപൊളിയാണ് കേട്ടോ സംഭവം. ഇട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഷർട്ട് ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. ഇട്ടപ്പം ഇങ്ങനെ കാണാൻ വലിയ ലുക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഇട്ടപ്പം അടിപൊളിയാണ്. പിന്നെ ഈ ഷർട്ടിൻ്റെ അപ്പുറം ഒരു സാധനം കൂടി ഉണ്ട്. ബാഗ് ഉണ്ട്. മുട്ടായിയെല്ലാം ഇട്ട് വെക്കണ്ടേ? പിന്നെ എൻ്റെ ചെക്കന് കാര്യങ്ങൾ മുട്ടായിയെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം ഇട്ട് വെക്കാനും പൈസ എല്ലാം കൊടുക്കുമ്പോൾ ഇട്ട് വെക്കാൻ എനിക്ക് ബാഗ് വേണ്ടേ? അപ്പോൾ ഈ ഷർട്ടിനൊപ്പം വരുന്നതാണ് പെയറായിട്ടാണ് ഈ ഒരു ബാഗ് കേട്ടോ. ഇത് ഈ ഷർട്ട് ഇട്ടിട്ടുള്ള ലുക്ക് ഇതാണ്. അടിപൊളിയാണ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതും ഞാൻ എൻ്റെ അമ്മേൻ്റെ ഇഷ്ടപ്രകാരം എടുത്തതാണ്. ഞാൻ എന്തുകൊണ്ട് ടൗണിൽ പോകുമ്പോൾ എപ്പോഴും അമ്മനെ കൂട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ അമ്മൻ്റെ അഭിപ്രായം വേണം. അമ്മ രസമുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഓക്കെയാണ്. ഇല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ കൺഫ്യൂഷൻ ആവും. ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ പിന്നെ മാറ്റാനെല്ലാം പോകും. അതിനേക്കാൾ നല്ല അമ്മനെ കൂട്ടിയിട്ട് ആദ്യം പോകുന്നതിനനുസരിച്ചാണ്, അമ്മൻ്റെ സമയം അനുസരിച്ചിട്ടാണ് ഞാൻ വൈകുന്നേരം സമയങ്ങളിൽ ടൗണിൽ പോകുന്നത് ഗൈസ്.
അപ്പൊ ഈ ഒരു ഷർട്ടും ഈ ഒരു ബാഗും നല്ലില്ലേ, ക്യൂട്ടല്ലേ? എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു ഈ കുപ്പായം. നെക്സ്റ്റ് കാണിച്ചാൽ ഞാൻ ഈ കാണിച്ച പാന്റും 2 ഷർട്ടുമാണ് പ്രീ ബർത്ത്ഡേ ഷൂട്ടിന് നമ്മൾ സാരിക്ക് ഇട്ട് കൊടുത്തത് കേട്ടോ. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്ന ഡ്രസ്സ് ഞാൻ ബർത്ത്ഡേന്റെ അന്ന്, അതായത് ബർത്ത്ഡേന്റെ അന്നത്തെ ദിവസം കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡ്രസ്സ് എടുത്തത്. ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ബ്ലാക്ക് ആൻഡ് വൈറ്റ് റേസിംഗിന്റെ തീമാണ് സാരിക്ക്. ഒരു ജീപ്പും റേസിംഗെല്ലാം വെച്ചിട്ടുള്ള ഒരു തീമാണ്. അപ്പൊ അതിനനുസരിച്ചിട്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുവരിപ്പിച്ചതാണ് ഈ ഒരു കുപ്പായം. എന്റെ നീഡ്സ് എന്താണോ അതുപോലെ തന്നെയുള്ള അടിപൊളി ഡ്രസ്സ് അവർ എനിക്ക് കൊണ്ടു തന്നിട്ട്. ഞാനിപ്പോ ഇല്ലേ എന്റെ ഡ്രസ്സിനേക്കാൾ കൂടുതൽ ഇവന്റെ ഡ്രസ്സിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്ന് എനിക്ക് തോന്നിപ്പോകുന്നുണ്ട്. ഞാനിപ്പോ ഇവനിക്കാണ് കൂടുതൽ ഡ്രസ്സ് എടുക്കുന്നത്. എല്ലാം കൊണ്ടും ഇവനിക്കാണ്. ഇപ്പൊ എനിക്കൊരു 1000 രൂപ കിട്ടിയാകില്ലേ, 1000 രൂപ കൊണ്ട് ജാവിക്ക് എന്ത് വാങ്ങാം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആൾക്കാർക്ക് വന്ന ഓരോ മാറ്റങ്ങളെ അമ്മയായതിന്റെ മാറ്റങ്ങളായിരിക്കാം. ഇല്ലെങ്കിൽ ഞാൻ 1000 രൂപയ്ക്ക് എനക്കെന്ത് വാങ്ങാം, എന്തെല്ലാം വാങ്ങാം എന്ന് ആലോചിക്കുന്ന ഞാനാണ്. ഇപ്പൊ ഞാൻ ഫുൾ ആയിട്ട് മാറിപ്പോയി ഗൈസ്. പിന്നെ ഇതാ ഈ ഒരു ജാക്കറ്റ് ടൈപ്പ് വരുന്നത്. ഇതാണ് ബർത്ത്ഡേന്റെ അന്ന് കേക്ക് കട്ട് ചെയ്ത് കൊടുക്കുമ്പോ, ബില്ലൊന്നും പറിക്കാത്തതുകൊണ്ട് അതല്ല അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. കേക്ക് കട്ട് ചെയ്ത് കൊടുക്കുമ്പോ ഇടാൻ വേണ്ടിയിട്ടുള്ള കുപ്പായം ഇത്. ഇതിന്റെ പാന്റ് വരുന്നത് ഇതാ ഈ ഒരു ക്രീം കളറിലാണ് കേട്ടോ പാന്റ് വരുന്നത്. നൈസല്ലേ, നല്ല രസമില്ലേ, ഇഷ്ടപ്പെട്ടു. ഇത് ഇട്ടിട്ടുള്ള പിക്കില്ല. ഇത് ഞാൻ ശരിക്കും വീഡിയോ കോളാക്കിയിട്ടാണ് കാണിച്ചു കൊടുത്തത്. അതുകൊണ്ട് ഇത് ഇട്ടിട്ടുള്ള പിക്കില്ല. ഇത് ഞാൻ ബർത്ത്ഡേക്ക് എന്തായാലും ഇടുമല്ലോ. നിങ്ങൾ എന്റെ ബർത്ത്ഡേ വ്ളോഗ്, അതായത് സാവിന്റെ ബർത്ത്ഡേ വ്ളോഗ് നിങ്ങൾ കാണുമല്ലേ, അപ്പൊ നിങ്ങൾ കണ്ടോട്ടെ ഈ ഡ്രസ്സ് ഇട്ടിട്ടുള്ള സാവിന്റെ ലുക്ക് എങ്ങനെയുണ്ടെന്ന്. പിന്നെ ഇതിന്റെ ഒപ്പരവും ഉണ്ട് ബാഗ് ഉണ്ട്. ബാഗ് വിട്ടൊരു കളിയില്ല. പൊട്ടിയാ ഇല്ല ഗൈസ്, ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ ബാഗെല്ലാം ആയിട്ട് ഈ ഒരു ഡ്രസ്സും അടിപൊളിയാണ് കേട്ടോ. ഇട്ടിട്ട് നല്ല രസം ഉണ്ടായിനി. അപ്പൊ ഇതെല്ലാം ഇട്ടിട്ട് എന്റെ ചെക്കനൊരു ചെത്തിൽ ഇറങ്ങും ഗൈസ്, കണ്ടോ നിങ്ങള്. പിന്നെ ഞാൻ എടുത്തത് ഇതാ ഈ ഒരു ടീഷർട്ടാണ്. ഇത് ഞാൻ ഇങ്ങനെ ആ റോല് വെറുതെ ഇങ്ങനെ നോക്കിയപ്പോ ഒരു ടീഷർട്ട് കണ്ടതാണ്. അപ്പൊ അമ്മ പറഞ്ഞ് നല്ലുണ്ട് ഇട്ട് നോക്കുന്നത്. അങ്ങനെ ഇട്ട് നോക്കിയപ്പോ കുഴപ്പമില്ല, ഒരു നല്ല രസം ഉണ്ടായിരുന്നു. ഇതൊന്നും ഞാൻ ജീൻസ് പാന്റിന്റെ ഒപ്പം ഇടാൻ വാങ്ങിയതല്ല. കണ്ടപ്പോ ഇഷ്ടപ്പെട്ടിട്ട്, അതും ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് വാങ്ങിയതല്ല, ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ. പാന്റിന്റെ ഒപ്പം ഇടാനല്ല, അതായത് ഷോർട്സ് ഇല്ല. സാവി അന്ന് ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ ഒരു ഷോർട്സ്, ഒരു ട്രൗസറാണ് ഇട്ടിട്ടുണ്ടായത്. അപ്പൊ ആ ജീന്റെ ട്രൗസറിനൊപ്പം ഈ ടീഷർട്ട് ഇട്ടപ്പോ നല്ല രസം ഉണ്ടായിന്. അപ്പൊ അങ്ങനെ ഞാൻ എടുത്തതാണ്. ഞാൻ ഇങ്ങനെ പുറമേ ഒന്നും പോകുമ്പോൾ ഇവന് ഭയങ്കരമായ കുപ്പായങ്ങളൊന്നും ഇട്ട് കൊടുക്കില്ല. ഒരു ഷോർട്സും ടീഷർട്ടും അങ്ങനെ എല്ലാം ഇട്ട് കൊടുക്കില്ല എവിടെയെങ്കിലും പോകുമ്പോൾ. അതായത് ടൗണിൽ അങ്ങനെ ഇങ്ങനെയെല്ലാം പോകുമ്പോൾ സിമ്പിൾ ആയിട്ട് ഇടുന്നതല്ലേ നല്ലത്. അപ്പൊ അങ്ങനെയെല്ലാം പോകുമ്പോൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടീഷർട്ട് വാങ്ങിയത്. അപ്പൊ ഇതിപ്പോ അമ്മ പറഞ്ഞ് അവന്റെ നക്ഷത്രം വരുന്നത് 22-നാണ്. അപ്പൊ അമ്പലത്തിൽ പോകുമ്പോ ഇട്ട് കൊടുക്കാന്നുള്ളതിൽ ഇതെടുത്തു. പിന്നെ അതുപോലെ ഞാൻ ട്രൗസറിനൊപ്പം ഇടാൻ എടുത്തതാണ് ഇതാ ഈ ഒരു ടീഷർട്ടും. ഇതും എനിക്ക് ഇത് ജാവിന്റെ കുറച്ച് സൈസ് വലുതാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. പിള്ളേർ വണ്ണം പൊക്കില്ല ചെയ്യുന്നത്, ചെറുതാകുന്നില്ലല്ലോ. ഇവിടുത്തെ അമ്മമ്മ എപ്പോഴും പറയാം ചെറിയ സൈസ് എന്തിനാ എടുക്കുന്നത്, പിള്ളേർക്ക് വലിയ സൈസ് എടുക്കും, വലിയ സൈസ് എടുക്കുന്നത്. ഇപ്പൊ ഞാനും തൊണ്ടി മൈൻഡായി, ഞാനും ഇപ്പൊ വലിയ സൈസ് എടുക്കാം എന്നുള്ളൊരു ഇതിലാണ് ഉള്ളത്. കാരണം ഇവനിക്ക് ഒരു കുപ്പായം എടുത്തേക്കാൾ ഫസ്റ്റ് ബർത്ത്ഡേന്റെ ഡ്രസ്സ് ആ പ്രീ ബർത്ത്ഡേ ഷൂട്ടിന്റെ അന്ന് ഇട്ടതല്ലാണ്ട് ഇന്നും എന്റെ മോൻ ആ ഡ്രസ്സ് പിന്നെ ഇട്ടിട്ടില്ല. ഇതാണ് അവസ്ഥ. കാരണം അവന് പുറത്തെല്ലാം പോകുമ്പോൾ ഇങ്ങനെ നോർമൽ ഡ്രസ്സ് ഇടാനല്ലാണ് എനക്കും കംഫർട്ട്, അവനും കംഫർട്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ഫോട്ടോഷൂട്ടിനും കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ടാണ് ഇത്രയും പൈസ കൊടുത്തിട്ട് ഈ കുപ്പായെല്ലാം വാങ്ങുന്നത്. എനിക്ക് മെന്റലാണെന്ന് നിങ്ങൾക്ക് ചിലവർക്കെങ്കിലും തോന്നുമായിരിക്കാം, പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളെല്ലാം ഒരു അമ്മയാവുമ്പോഴേ അതിന്റെ എല്ലാം ഒരു ഇത് മനസ്സിലാവും. പിന്നെ എടുത്തത് ഇതാ ഈ ഒരു ഷൂ ആണ് കേട്ടോ. ഇങ്ങനെ ഒരു ബൂട്ട് ടൈപ്പിൽ വരുന്ന. ഞാൻ ആദ്യം ശരിക്കും ഷൂ എടുക്കണ്ടെന്ന് വിചാരിച്ചത്, കാരണം അവന് ഓൾറെഡി 4 ഷൂ ഉണ്ട്. പക്ഷെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് ബർത്ത്ഡേ. അപ്പൊ ബ്ലാക്ക് ഷൂ ചെറുതായി, ഇപ്പൊ കുറച്ച് ടൈറ്റാ, അത് അത്ര കംഫർട്ട് ഇല്ല അവന് ഇടാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് ഒരു ബ്ലാക്ക് ഷൂ, ഒരു ബൂട്ട് ടൈപ്പില് ആ ഡ്രസ്സിന് മാച്ച് ആയിട്ട് ഒരു ഷൂ എടുത്തിന്. നല്ല രസമുണ്ട്. ഇതെല്ലാം ഇട്ടിട്ടാകുമ്പോ കാണാൻ നല്ല രസമുണ്ടായിന. സാവിനെ കുറച്ചും കൂടി ഇല്ലേ ബബ്ലി ആയ പോലെ ഉണ്ട് ആ ഡ്രസ്സെല്ലാം ഇട്ടിട്ടാകുമ്പോ. പിന്നെ ഈ ഒരു ഗ്ലാസും, ഈ ഗ്ലാസ് പ്രീ ബർത്ത്ഡേ ഷൂട്ടിന് അവൻ ഇട്ടിന് കേട്ടോ. അതിന്റെ ഫോട്ടോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കാം. ഈ ഒരു ഗ്ലാസും പിന്നെ ഒരു ക്യൂട്ട് കുഞ്ഞു വാച്ചും. ഇത് വർക്കിംഗ് ആയിരുന്നു. ഇതാ ഈ ഒരു ക്യൂട്ട് കുഞ്ഞു വാച്ചും ഈ ഒരു ക്യാപ്പും. ഈ ഒരു ക്യാപ്പും ഡോറാബുജി എല്ലാവരും അവന് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതാണ് കേട്ടോ. ഡ്രസ്സെല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ ഇത് 3 അവന് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതാണ്. അപ്പൊ ഇത്രയും ഡ്രസ്സാണ് ഞാൻ സാവി ബേബിക്ക് വേണ്ടിയിട്ട്, അതും സാവി ബേബിക്ക് ഈ ഒരു ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ എടുത്തു കൂട്ടിയത്. പിന്നെ എന്നോട് ഏട്ടൻ പറഞ്ഞ മതിയാക്കി നീ ഡ്രസ്സ് എടുക്കൽ നിർത്ത്, വേറെ കുറെ കളക്ഷൻ നല്ലതെല്ലാം വരുന്നുണ്ട്, അന്നേരം നോക്കാന്നെല്ലാം പറഞ്ഞ്. എനിക്കിങ്ങനെ പ്രാന്താണ് ഗൈസ് ഇപ്പൊ ഇവന്റെ കുപ്പായങ്ങളോടെല്ലാം. അതില്ലേ അതെന്തേന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ സ്വതവേയില്ലേ ഡ്രസ്സിനോട് ഇഷ്ടം കൂടുതലുള്ള ഒരാളാണ്. ഇപ്പൊ ഓരോരാൾക്ക് ഓരോ സാധനത്തിനോടായിരിക്കില്ല. ചിലവർക്ക് ചോക്ലേറ്റിനോടായിരിക്കും, ചിലവർക്ക് ചെരുപ്പിനോടായിരിക്കും, അല്ലെങ്കിൽ മേക്കപ്പ് പ്രൊഡക്ട്സിനോടായിരിക്കും. അങ്ങനെയല്ല ഓരോ ആൾക്കാർ ഇഷ്ടം. എനിക്ക് മേക്കപ്പ് പ്രൊഡക്ട്സിനോടൊന്നും വലിയ താല്പര്യമില്ല. എനിക്കിങ്ങനെ ഫുഡിനോടും ഇഷ്ടമാണ്, പക്ഷെ ഫുഡിനെയും മേക്കപ്പ് പ്രൊഡക്ട്സിനെല്ലാം കാണാൻ എനിക്കിഷ്ടം ഡ്രസ്സിനോടാണ് ഗൈസ്. എനിക്കെന്താ ഭയങ്കര പ്രാന്താണ്. ഡ്രസ്സ് ചെരുപ്പ് ഇത് രണ്ടിനോട് എനിക്ക് വല്ലാത്തൊരു ഇഷ്ടമാണ്.
അപ്പോൾ അതുകൊണ്ടായിരിക്കും ഞാൻ ഇവനിക്കും ഇങ്ങനെ എടുക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ ഗൈസ്, ഇനി നമുക്ക് പ്രീ ബർത്ത്ഡേ ഷൂട്ട് കഴിഞ്ഞെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് കിട്ടിയപ്പാടന്നെ ഞാൻ പ്രീ ബർത്ത്ഡേ ഷൂട്ടിൻ്റെ വ്ളോഗ് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണം. ഞാൻ ഇന്ന് കുറച്ച് ടയേർഡാണ്, എൻ്റെ കണ്ണെല്ലാം കാണുമ്പോൾ തിരിക്കുന്നില്ലേ, എനിക്ക് എന്തെല്ലോ ക്ഷീണമാവുന്നു. അപ്പോൾ ശരി ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കൂടുതലായിട്ട് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്ത് ഒപ്പരം കുടിക്കാം. ലവ് സ്റ്റോറീൻ്റെ പാർട്ട് 3 ഞാൻ സാവിൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇപ്പം ഈ ഒരു തിരക്കിൻ്റെ ഇടയിൽ അപ്ലോഡ് ചെയ്യാന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും എനിക്ക് നേരാമണം വൃത്തിക്ക് പറയാനൊന്നും പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ ആ പാർട്ട് 3 അപ്ലോഡ് ചെയ്യാത്തത്. ബർത്ത്ഡേ കഴിഞ്ഞിട്ട് അപ്പാടെ നമുക്ക് പാർട്ട് 3 ഇടാം കേട്ടോ. ശരി ഗൈസ്, ടാറ്റാ.